ഇനി വേദനയില്ലാത്ത ലോകത്തേക്ക്. ഹരീഷ് റാണ മരണത്തിന് കീഴടങ്ങി. 13 വർഷമായി ചലനമറ്റ് കിടപ്പിലായ ഡൽഹി സ്വദേശി ഹരീഷ് റാണ അന്തരിച്ചു. ഹരീഷ് റാണയുടെ ദയാവധത്തിന് സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ എടുത്തുമാറ്റിയ ശേഷം സാധാരണ കിടക്കയിലേക്ക് ഹരീഷിനെ മാറ്റിയിരുന്നു. തുടർന്നാണ് ഇന്ന് മരണത്തിന് കീഴടങ്ങിയത്. രാജ്യത്തെ ആദ്യ ദയാവധമാണിത്. ദയാവധം ആവശ്യപ്പെട്ട് ഹരീഷ് റാണയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. 2013 ഓഗസ്റ്റ് 20 രക്ഷാബന്ധൻ ദിനത്തിലാണ് പഞ്ചാബ് സർവകലാശാലയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന ഹരീഷ് റാണ അവിടുത്തെ പേയിങ് ഗസ്റ്റ് ഹൗസിന്റെ 4ാം നിലയിൽ നിന്ന് താഴേക്ക് വീണത്. തലയ്ക്ക് ഗുരുതര ക്ഷതമേറ്റ് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മുഖേനയാണ് ശ്വാസമെടുത്തിരുന്നത്. ട്യൂബ് വഴിയാണ് ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നത്. 2024 ജൂലൈയിൽ ദയാവധത്തിനായി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആവശ്യം തള്ളി. തുടർന്ന് കുടുംബം സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. 2018 സുപ്രീം കോടതി ദയാവധത്തിന് നിയമസാധുത നൽകിയ ശേഷം കോടതി ഉത്തരവിലൂടെ ഈ അനുമതി ലഭിക്കുന്ന ആദ്യ കേസാണ് ഹരീഷ് റാണയുടേത്. ജസ്റ്റിസ് ജെബി പർദിവാല, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് മാതാപിതാക്കളുടെ അപേക്ഷ അനുമതി നൽകിയത്. ചികിത്സ കൊണ്ട് യാതൊരു പുരോഗതിയും ഇല്ലാത്ത സാഹചര്യത്തിൽ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം വ്യക്തികൾക്കുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി. സാമ്പത്തികമായി തകർന്നുവെന്നും മകന്റെ ദുരിതം കാണാൻ വയ്യെന്നും ചൂണ്ടിക്കാട്ടിയാണ് മാതാപിതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. യന്ത്രസഹായത്തോടെ മാത്രം ജീവൻ നിലനിർത്തുന്നതിൽ അർത്ഥമില്ലെന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും കോടതി കണക്കിലെടുത്തു.